ജെയിൻ യൂണിവേഴ്സിറ്റി നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച ഒരു വലിയ പരിപാടിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ചുമതലക്കാരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കട്ടെ. ഇതിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ അർത്ഥവത്താണ്, അങ്ങേയറ്റം അർത്ഥവത്താണ്. ദ ഫ്യൂച്ചർ സബ്മിറ്റാണ്, സബ്മിറ്റ് ഫോർ ദ ഫ്യൂച്ചറാണ്. ഭാവിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഈ ഉച്ചകോടി ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളും ഉത്കണ്ഠകളും എല്ലാം ഉണ്ട്. സ്വപ്നങ്ങളുണ്ട് നമുക്കെല്ലാം. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള നമ്മുടെ മുമ്പിലുള്ള സമയം, നമുക്ക് മുമ്പിലുള്ള നമ്മുടെ അടുത്ത കാലങ്ങളാണ്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന നമ്മുടെ ഭാവി കാലം എന്ന് പറയുന്നത്. ഇന്നലേക്ക് വേണ്ടി ഇന്നാരും സ്വപ്നം കാണുന്നില്ല. സ്വപ്നങ്ങളെല്ലാം നാളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭാവിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുവെന്ന് പറയുന്നത്. ഇന്നലെയെ മനസ്സിലാക്കി ഇന്നിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് ഭാവിയെ എല്ലാ അർത്ഥത്തിലും രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഉച്ചകോടി ഭാവിയെ അത്തരത്തിൽ തന്നെ കണക്കാക്കുന്ന ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃഷി എന്നതിനൊരു പ്രാധാന്യം ഇവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭാവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിറത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ പരിപാടി. നിറങ്ങൾക്കെല്ലാം പ്രത്യേകതയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടുതലാവുന്നത്? തിയറി ഈസ് ഗ്രേ ബട്ട് ലൈഫ് ഈസ് അവർ ഗ്രീൻ എന്ന് പറയാറുണ്ട്. പച്ചപ്പ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജീവിതമാണ് എപ്പോഴും ഹരിതാഭമാവേണ്ടത്. നിത്യഹരിതം എന്ന് നമ്മൾ ആളുകളെപ്പോലും വിശേഷിപ്പിക്കാൻ പറയാറുണ്ട്. നിത്യഹരിതമായി നമ്മുടെ ജീവിതം നിന്നെങ്കിൽ മാത്രമേ ആ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ. എത്ര വയസ്സ് നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ഹരിതാഭമായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ഡിസ്കവർ ദ ഫ്യൂച്ചർ ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത്. ഭാവിയുടെ ഈ പച്ചപ്പിൻ്റെ അല്ലെങ്കിൽ ഹരിതാഭമായ ഒരു ഭാവിയെ നമുക്ക് കണ്ടെടുക്കേണ്ടതുണ്ട്, വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ മണ്ണും നമ്മുടെ ജലവും നമ്മുടെ വായുവും നമ്മുടെ ഈ പ്രകൃതി സംരക്ഷിച്ചല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയില്ല. മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസ പരിണാമങ്ങളെ നമുക്കൊപ്പം ചേർത്ത് വെക്കാൻ പറ്റും. ഇവിടെ ചേർത്ത് വെക്കണ്ടായെന്നല്ല, പക്ഷേ നമുക്കെല്ലാം ജീവിക്കാൻ ഈ ഭൂമിയല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള ഒരു വികസനവും ആത്യന്തികമായി നിലനിൽപ്പിനും ഉപകരിക്കുക ചെയ്യുകയേ ഇല്ല. പ്രകൃതിയെ മറന്ന് മുമ്പോട്ടേക്ക് പോകുന്നതെല്ലാം അപകടത്തിൻ്റെ ആഴക്കയങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്, ചാടിച്ചിട്ടുള്ളതെല്ലാം. തീർച്ചയായിട്ടും പ്രകൃതി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാവണം. മനുഷ്യനും പ്രകൃതിയും കേന്ദ്രബിന്ദുവാകുന്ന വികസനത്തിന് മാത്രമേ സുസ്ഥിരത പ്രദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ സുസ്ഥിരതയാണ് നമ്മുടെ നാടിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ആ സുസ്ഥിരതയാണ് നമ്മുടെ എല്ലാം ജീവിതത്തെ ഹരിതാഭമാക്കി മാറ്റുന്നത്. അവിടെ കൃഷിക്കും അതിൻ്റേതായ ഒരു വലിയ പ്രാധാന്യം ഉണ്ട്. കൃഷി എന്നതൊരു ചെറിയ കാര്യമല്ല. ഒരു ചെറിയ ന്യൂനപക്ഷം ഒരു വലിയ ഭൂരിപക്ഷത്തിൻ്റെ വിശപ്പിന് വേണ്ടി വിളയിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കൃഷി എന്നുള്ളത്. വിശപ്പിൻ്റെ പരിഹാരം കർഷകൻ്റെ അധ്വാനത്തിലൂടെ മാത്രമേ നടക്കുന്നുള്ളൂ. തൊട്ടു മുമ്പുണ്ടായിരുന്ന മീറ്റിങ്ങിലും ഞാൻ പറഞ്ഞു, ഇതുവരെയും ഒരു ക്യാപ്സൂളും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ വിശപ്പിൻ്റെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ കർഷകൻ അധ്വാനിക്കേണ്ടത് അനിവാര്യമായി തീരുകയാണ്. ആ അധ്വാനം വിനിയോഗിക്കുന്നത് ഈ മണ്ണിലാണ്, പ്രകൃതിയിലാണ്. ആ മണ്ണിന് മുറിവേറ്റാൽ, പ്രകൃതിക്ക് പരിക്കേറ്റാൽ നമ്മുടെ തന്നെയായിരിക്കും ഭാവി അപകടത്തിലാവുക. എങ്ങനെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഭാവി, നമ്മുടെ എല്ലാം ഭാവി അഷ്ടബന്ധമിട്ടുറപ്പിച്ചിരിക്കുന്നത് ഈ പ്രകൃതിയുമായിട്ടാണ്. നമ്മുടെ വായുവും നമ്മുടെ മണ്ണും നമ്മുടെ ജലവും വിഷമയമായാൽ നമ്മളിലേക്ക് ആ വിഷമെല്ലാം അരിച്ചരിച്ചരിച്ച് ഇറങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് വേറിട്ട ഒരു ജീവിതമില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടും. ആതുരാലയങ്ങളിലെ വെന്റിലേറ്ററുകളിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന മലയാളി സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ഭാവിയുടെ കാര്യം വളരെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നാം തന്നെയാണ് ഉത്തരം കാണേണ്ടത്. വേറെ ഏതെങ്കിലും ദൈവം വന്ന് നമ്മളെ രക്ഷിക്കും എന്ന തരത്തിൽ നിൽക്കാൻ പറ്റുകയില്ല. വിശ്വാസങ്ങളൊക്കെയും നല്ലതാണ്, പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വവും കടമയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാവിയുടെ ഹരിതാഭമായ ഒരു ഭാവിയെ
നാം ഓരോരുത്തരും തീർക്കേണ്ടതുണ്ട്. ആരോ വന്ന് നമുക്കായി തീർത്തു വെക്കേണ്ടുന്ന ഒന്നല്ല നമ്മുടെ ഭാവി എന്നത്. നമ്മുടെ ഭാവി നമ്മളുടെ തന്നെ കൈകളുമായി ചേർന്ന് നിൽക്കുന്നു, നമ്മുടെ മനസ്സുമായി, ഹൃദയവുമായി, നമ്മുടെ പ്രവൃത്തിയുമായി ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നും ജെയിൻ യൂണിവേഴ്സിറ്റി കണക്കാക്കുന്നു എന്നുള്ളിടത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു ഹരിതാഭമായ ഭാവിക്ക് വേണ്ടിയുള്ള വർത്തമാനങ്ങൾ ഇതിൻ്റെ ഭാഗമാവുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി, അങ്ങേയറ്റത്തെ സന്തോഷം. ഇതിന് സംഘാടകരെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.